നമസ്കാരം. ഒരു ചോദ്യം വന്നിട്ടുണ്ട്. 2026 തുടങ്ങുകയാണ്. പുതുവർഷത്തിലേക്കായിട്ട് എന്ത് മാറ്റമാണ് ഒരാൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക? ആധ്യാത്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് മനുഷ്യന് മുന്നോട്ട് പോകാനായിട്ട് എന്നുള്ളൊരു ചോദ്യമാണ് വാട്സപ്പിലൂടെ ലഭിച്ചത്. ഇതിലേക്ക് ആധ്യാത്മികതയൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഈ ടിപ്സ് കൊടുക്കുക എന്നുള്ളത് ഇന്ന് മൊബൈലിൽ അത് തന്നെയാണെന്ന് പ്രാവർത്തികമാക്കാനായിട്ട് ആളില്ല. മുമ്പത്തെ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞുപോയ കാലഘട്ടം, ഗതകാലം ചിന്തിക്കുകയാണെങ്കിൽ 1000 ശിഷ്യന് ഒരു ഗുരു ഉണ്ടായിരുന്നു. ഇന്ന് 1000 ഗുരുക്കന്മാരാണ്, ശിഷ്യന്മാരില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ടിപ്സ് കൊടുക്കുക എന്നുള്ളത് ഇന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ തന്നെ എല്ലാവരും ടിപ്സോട് ടിപ്സാണ്. ഒരു രക്ഷയില്ല. അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തനീയമാണ്. ഇവിടെ ഈ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് എന്താണ് മനസ്സിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ആധ്യാത്മിക ചിന്തയൊക്കെ മാറ്റിവെക്കുകയാണ്. 2026 നമുക്കേവർക്കും ഒന്ന് ചിന്തിക്കാം. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് നല്ലൊരു ഒരു കോയിൻഡ് വേർഡാണെന്ന് തോന്നുന്നു. പല സ്ഥലത്തും എവിടെയോ കേട്ടതാണ്, ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതൊന്നുമല്ല. അതാണ് സത്യം. ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസം ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, അതായത് സ്ക്രീൻ നോക്കുന്നില്ല, ടി വി കാണുന്നില്ല, മൊബൈൽ നോക്കുന്നില്ല, കമ്പ്യൂട്ടർ നോക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത ഡിജിറ്റൽ ഫാസ്റ്റിങ്ങിലേക്ക്. അതിനി ജോലി ഉണ്ടെങ്കിൽ ജോലിയെ കൂടാതെയാണ് പറയുന്നത്. അല്ലാതെ ഇനി എനിക്ക് ജോലിക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞ്, കാരണം എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുന്നേ തന്നെ, ഒരു വാക്യം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹ മനസ്സിൻ്റെ ചിന്ത, പൊതുവെയുള്ള ചിന്ത. എന്തെങ്കിലും പറഞ്ഞ് തീർന്ന് ഓപ്പൺ മൈൻഡോട് കൂടി മനസ്സിലാക്കിയ ശേഷം അത് വേണം വേണ്ട എന്നുള്ളതൊന്നുമില്ല. എത്രത്തോളം സമയം കുറച്ച് 30 സെക്കൻഡിൽ ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുള്ളൂ, 30 സെക്കൻഡിൽ ഭഗവത്ഗീത പറഞ്ഞോളൂ, ഇത്രയേ ഉള്ളൂ. കാര്യത്തിലേക്ക് കടക്കാം. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സമൂഹ മനസ്സിൻ്റെ ഇന്നത്തെ ഒരു ചിന്താഗതിയാണ്. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഇവിടെ ഉദ്ദേശിച്ചത് ആഴ്ചയിൽ ഒരു ദിവസം സാധിക്കുന്നവർ എല്ലാം തന്നെ ചെയ്യുക. അവനവനെ തന്നെ സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കും. അവരവരുടെ ഫാമിലിയുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുവാൻ സാധിക്കും. റിലേറ്റീവ്സിൻ്റെ പേര് ഓർക്കുവാൻ സാധിക്കും. കുറേ വിഷയങ്ങളുണ്ട്, അവരെ ചെന്ന് കാണുവാൻ സാധിക്കും. സമൂഹത്തിൽ നല്ല ബന്ധങ്ങൾ വളരുവാൻ സാധിക്കും. സ്വയം ചിന്തിക്കുവാൻ സാധിക്കും. അങ്ങനെ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നുള്ളത് ഒരു ദിവസം മുഴുവനായിട്ടും ചെയ്യുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വെക്കുകയാണ്, മുഴുവനും ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അര ദിവസമെങ്കിലും നമ്മൾ ഇതിലേക്കായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് 2026 ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ഒരു 6 മണിക്കൂർ 8 മണിക്കൂറോളം നമ്മൾ സ്ക്രീനൊന്നും കാണുന്നില്ല, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക, ടി വി സ്വിച്ച് ഓഫ് ചെയ്യുക, കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുക. അവനവനെ തന്നെ പറ്റി ചിന്തിക്കുക. പക്ഷേ ആ സമയം കിടന്നുറങ്ങരുത്. ഈ ഉറങ്ങുന്ന സമയം ഞാൻ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് നോക്കുന്നു എന്ന ചിന്തയുമായി, എന്ന ഒരു കമൻറ്റുമായി വരരുത്. ഇവിടെ ഉദ്ദേശിച്ചത് നമ്മെ തന്നെ അറിയുവാനുള്ള ഒരു മാർഗത്തിലേക്കുള്ള ഒരു നീക്കം, അതിനെയാണ് ചിന്തിച്ചത്. 2026 ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് പ്രബലമാകട്ടെ. അങ്ങനെയെങ്കിലും നമ്മുടെ കുട്ടികൾ, നാം എല്ലാവരും കുറച്ച് സമയമെങ്കിലും, എന്നും 1 മണിക്കൂർ ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ വീക്കിലി ഓരോ ആഴ്ചയിൽ ഒരു ദിവസം ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ഈ ഏകാദശി എടുക്കുന്നത് പോലെ, തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് പോലെ, ഷഷ്ടി വ്രതം എടുക്കുന്നത് പോലെ, വ്രതത്തോട് കൂടി തന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നവർ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആണ്. ഇന്ന് 6 മണിക്കൂർ, രാവിലെ 6 മണിക്കൂർ മൊബൈൽ നോക്കത്തില്ല എന്നുള്ള ഒരു ഫാസ്റ്റിംഗ് ആണ്. അതും നമ്മെ സഹായിക്കും. അങ്ങനെ അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എടുത്ത് മുന്നോട്ട് പോകുന്നതാകയാൽ ഏവരിലേക്കും ഒരു നല്ല മാറ്റം എന്തായാലും പ്രതീക്ഷിക്കാം. സമൂഹത്തിൽ ദൃഢബന്ധം വളരും. നമുക്ക് നമ്മെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു സമയം ലഭിക്കും. പുതിയ ചിന്തകൾ വളരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ റെസല്യൂഷൻ നമുക്ക് വെക്കുവാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് വർക്ക് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം നമുക്ക് സമയം ലഭിക്കും എന്നുള്ളതാണ്. പുസ്തകം വായിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നിങ്ങനെ നീണ്ടു പോകുന്നു ലിസ്റ്റുകൾ. ഏവരും ഇത് ഒന്ന് ചിന്തിക്കുക. ഇത് ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.